എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണിത്. ഇതിൽ 2 ഷെയർ നമ്മൾ ആവറേജ് വന്നിട്ട് താഴെ പോവുകയാണെങ്കിൽ എൻട്രി ചാൻസ് ഉണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് ബാൽമർ ലോറി എന്ന് പറയുന്ന ഷെയർ, രണ്ടാമത്തേത് തിത്താഗ്ര. അതിൽ ബാൽമർ ലോറി അതിന് ആവറേജിന് മുകളിൽ തന്നെ ട്രേഡായി നിൽക്കുമായിരുന്നു. തിത്താഗ്ര വന്നിട്ട് നമുക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 8-9 ഷെയർ നമ്മുടേതായിട്ടുള്ള നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷെയറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ തിത്താഗ്ര 1075.63 ആവറേജ്, ഈ റേഞ്ചിന് താഴെ പോയി അതിടം വരെ പോയെന്ന് നോക്കാം. ഓപ്പണിങ്ങിൽ ഇതിൽ ഹൈ വന്നിട്ട് 1088 വരെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് 1075 താഴെ പോകുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 1075 റേഞ്ച്, 1074 റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ 1 മണിക്കൂർ തന്നെ അത് എത്ര വരുന്നുണ്ട്, 1040 ഏകദേശം 25 രൂപ തരുന്നുണ്ട്. ഇന്നത്തെ ലോ അതടിച്ചേക്കുന്നത് 1043. അപ്പോൾ 32 രൂപ പ്രോഫിറ്റ് അത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് കയറിയിട്ടില്ല ഷെയർ. പിന്നീട് നമുക്ക് ചാൻസ് തന്നൊരു ഷെയർ കല്യാണി സ്റ്റീൽ എന്ന് പറയുന്നത് KSL. KSL ഇവിടെ 624 ഹൈ വന്നു. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ നമ്മൾ എൻട്രി എടുക്കും. 623 ഒക്കെ റേഞ്ചിലെടുത്താൽ നമുക്ക് 613 രൂപ പ്രോഫിറ്റോടെ തരുന്നുണ്ട്. പക്ഷേ വീണ്ടും തിരിച്ച് പ്രീവിയസ് ഡേ ഹൈയെ വരുന്നുണ്ട്. വീണ്ടും നമ്മളൊരു എൻട്രി എടുക്കും. താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ 623 റേഞ്ചിലെടുത്താൽ വീണ്ടും അത് 612 വരെ വരുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് 2 പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. വീണ്ടും അത് എന്ത് ചെയ്തു, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ജസ്റ്റ് ടച്ച്, പക്ഷേ ഇതിൻ്റെ ഹൈ അടിച്ചിട്ടില്ല. ജസ്റ്റ് ഹൈയെ ഒന്ന് ടച്ച് ചെയ്ത് നിന്നതേ ഉള്ളൂ. നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പിൽ. പക്ഷേ ഇവിടെ നമുക്ക് 2 പ്രാവശ്യം നല്ല പ്രോഫിറ്റ് വന്നുകൊണ്ട് നമ്മൾ പുതിയ എൻട്രി അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ വന്നിട്ട് നമ്മൾ അന്നേരം നോക്കേണ്ടത് വീണ്ടും ഹൈ പോകുന്നത് നോക്കണം. വീണ്ടും തിരിച്ചിറങ്ങുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും എടുത്താൽ 623 റേഞ്ച് എടുത്താൽ നമുക്ക് 597 വരെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരു 26 രൂപ പ്രോഫിറ്റ് 3-ാം പ്രാവശ്യം തന്നെ. 2 പ്രാവശ്യം, പ്രാവശ്യം 13, പ്രാവശ്യം 10 രൂപ, അതിനുശേഷം 23 രൂപ പ്രോഫിറ്റ്. നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. ഇവിടെ ഇതിൻ്റെ ഹൈ എത്ര, നമ്മൾ 23 എടുത്താൽ അതിൻ്റെ ഹൈ വരുന്നത്, ഹൈ കണ്ടില്ലേ, 25. ഈ പ്രാവശ്യം 25 മുകളിലേ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തുള്ളൂ. നമുക്ക് 3 രൂപയുടെ റിസ്ക്കേ ഉള്ളൂ. ആദ്യത്തെ പ്രാവശ്യം 13 രൂപ തരുന്നുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം 10 രൂപ തരുന്നുണ്ട്, മൂന്നാമത്തെ പ്രാവശ്യം 23 രൂപ തരുന്നുണ്ട്. അടുത്ത ഷെയർ ഡോംസ് എന്ന് പറയുന്ന ഷെയർ. ഡോംസ് വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇപ്പോൾ 1568 വരെ കണ്ടുപോയി. ഞാൻ എൻ്റെ CPR വായിച്ച് കാണിച്ചു. ഈ പോയിന്റിൽ അത് 2568 അടിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ 1568 അടിച്ചാൽ മതി. ഉണ്ടോ, 1577 ആയിരുന്നു എൻ്റെ. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ റേഞ്ചിലെടുക്കും. 1535 താഴെ പോകുമ്പോൾ എടുക്കും. അത് അവിടുന്ന് 1514 ആയിരുന്നപ്പം ഏകദേശം 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ അവിടെ തന്നെ ആ റേഞ്ചിൽ തന്നെ നിന്ന് കളിക്കുമായിരുന്നു. നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം മേപ്പോട്ട് കയറിയിട്ടില്ല. ലാസ്റ്റ് ആവറേജിനടുത്ത് വന്ന് ട്രേഡ് നിൽക്കുമായിരുന്നു. നല്ല പ്രോഫിറ്റ് ഇതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം എൻജിനീയേഴ്സ് ഇന്ത്യ
എൻജിനീയേഴ്സ് ഇന്ത്യ ഫസ്റ്റ് ലോ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയതിനു ശേഷം ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് 218.75 റേഞ്ച് നമ്മളെടുത്താൽ 215.80. അപ്പം ഒരു 3 രൂപ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും തിരിച്ച് കയറി പോകുമ്പോൾ നമ്മളെന്തോ ചെയ്യേണ്ടത്, നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യുക. ഈ ലെവലിൽ പോകുന്ന നോക്കുക, ഇല്ല ഈ ലെവലിൽ കട്ട് ചെയ്യാണ് എൻട്രി എടുക്കുക. ഇവിടെ കട്ട് ചെയ്ത് എൻട്രി എടുത്തു 218.70 60 ആ റേഞ്ചിലോട്ട് എൻട്രി എടുക്കുക. ഇത് കറക്റ്റ് 218.70 എന്ന് പറയുന്നത് ഇതിനകത്ത് ഹെവി വോളികളുണ്ട്. നമുക്ക് 5 പൈസയിൽ ഡിഫറൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, ട്രേഡ് എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു എൻട്രി എടുത്തിട്ട് 18 എടുത്തിട്ട് 21-2 മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. നമുക്ക് 4 രൂപ പോലും വരുന്നില്ല പിന്നെ സ്റ്റോപ്പ് ലോസ്. ഇവിടുന്ന് 218.75 എടുത്തു 211 വരെ പോയി. 211 ആകുമ്പോൾ 7 രൂപ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അത് പക്ഷേ പിന്നീട് കയറിയിട്ടില്ല, പിന്നെ ഹൈ എടുത്തിട്ടില്ല. അതിനുശേഷം ആരതി ഫാർമ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ അടിച്ചു. CPR മാറ്റം കാണാം, കണ്ടോ, ഇവിടം വരെ വന്നു. ഇതിന് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുത്തിരുന്നെങ്കിൽ 558 റേഞ്ചിലെടുത്തെങ്കിൽ 532 26 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് വേണമെങ്കിൽ നമ്മൾ 26 രൂപ, നമ്മളൊരു 10 രൂപ 15 രൂപ ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ വെളി വരും. അടുത്തത് മോത്തിലാൽ ഓസ്വാൾ. ഫ്ലാറ്റായിട്ട് ഓപ്പണായി വൺ സൈഡ് കയറ്റം കയറി ഇവിടെയാണ് നമുക്ക് എൻട്രി വരുന്നത്. ഇവിടെ എൻട്രി വരുന്ന കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. അതിന് മുകളിൽ പിന്നീട് വന്നിട്ടില്ല. നമ്മളിവിടെ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നമുക്ക് 1578 റേഞ്ച് ചെയ്യുന്ന 1551 27 രൂപ പ്രോഫിറ്റ്. പിന്നെ അത് ആവറേജ് വരും. വീണ്ടും തിരിച്ച് പ്രീവിയസ് ഡേ ഹൈ വന്ന് 1547 എന്ന് പറയുമ്പം 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. വീണ്ടും ലാസ്റ്റ് അവിടെ തന്നെയാണ് ക്ലോസ് ചെയ്ത്, ലോയ്ക്കടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല പ്രോഫിറ്റ് ഇതിനകത്തും കിട്ടുമായിരുന്നു. അതിനുശേഷം ടൈം ടെക്നോ എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇവിടം വരെ വന്നു. അതിനുശേഷം ഇവിടം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ 185 റേഞ്ച് എടുത്തായിരുന്നെങ്കിൽ 181, ലാസ്റ്റിൽ 180, ഇതേത് പറഞ്ഞാൽ 180 5 രൂപ പ്രോഫിറ്റ്. ചെറിയ ഷെയർ ഉണ്ട്, അങ്ങനത്തെ മോശമല്ലാത്ത പ്രോഫിറ്റാണ്. പിന്നീട് വാബാഗ് എന്ന് പറയുന്ന ഷെയർ, വാബാഗ് ഓപ്പണിങ്ങിൽ CPR ഹൈ, ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ. അത് ആ ലൈനിൽ കിടക്കുന്നത് കാണാൻ. ഇത് R1 വരെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് R1. ഇതിന് താഴെ പണം എൻട്രി എടുക്കാം, പക്ഷേ ഇത് പെട്ടെന്നുള്ള മുന്നേ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് എടുക്കാൻ പറ്റും. 654 എന്ന് എടുത്തായിരുന്നെങ്കിൽ നമുക്ക് 638 16 രൂപ പ്രോഫിറ്റാണ്. ഇവിടുന്ന് എടുത്താൽ പോലും കിട്ടുന്നു. ഇവിടുന്ന് എടുത്താൽ നല്ല പ്രോഫിറ്റ്, ഇവിടുന്ന് എടുത്താലും നമുക്ക് നല്ല പ്രോഫിറ്റ് വാങ്ങേണ്ട. 54 റേഞ്ച് എടുത്താൽ 37 38 രൂപ വരെ 16 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ആവറേജ് ആവുന്ന വീണ്ടും ഇറങ്ങുന്നു, അതേ ഉള്ളതിട്ട്. അതിനുശേഷം വരാന്ത എന്ന് പറഞ്ഞ ഷെയർ, അതിനകത്ത് മുകളിലും താഴെയുള്ള ഹെവി മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹൈ അടിച്ചു, തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവിടെ എൻട്രി എടുത്തിട്ട് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. പിന്നെ ഹൈ വന്നിട്ടില്ല, പക്ഷേങ്കിൽ ഏകദേശം ഹൈയുടെ അടുത്ത് വരെ പല പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെ വരുന്ന മൂവ്മെൻറ്റ് വരുമ്പോൾ ആൾക്കാർ പേടിച്ചു പോകും. എന്തായാലും ഈ സ്റ്റോപ്പ് ലോസ് ഇട്ട് ധൈര്യമായിട്ടിരിക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെ ഈ റേഞ്ച് ഒരു എൻട്രി എടുത്താൽ, ഇപ്പോൾ ഇതിന് മുകളിൽ വന്നു ഇവിടെ ഒരു എൻട്രി എടുത്തു 323 റേഞ്ച് എടുത്താൽ നമുക്ക് 313 10 രൂപ തരുന്നുണ്ട്. പിന്നെ ഈ റേഞ്ച് വരുന്നു, ഈ ഏകദേശം ഈ റേഞ്ച് വരുന്നുണ്ട്. നമ്മുടെ വീണ്ടും എടുക്കുകയാണെങ്കിൽ 17 വരെ വരുന്നുണ്ട്. വീണ്ടും R1 വന്നിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും എൻട്രി എടുക്കുക. 23
15 രൂപയ്ക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ 12 രൂപ. നല്ല പ്രോഫിറ്റ് ഇന്നത്തെ എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഹെവി മൂവ്മെൻ്റ് കാണുമ്പോൾ ആൾക്കാർ പേടിച്ചു പോകും. നമുക്കെന്താ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഈ ഹൈയുടെ മുകളിൽ ഇവിടെ ഉള്ള സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ADSL നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ADSL ഉണ്ടായിരുന്നു. RBZ ജ്വല്ലറി, മോഡിസൺ എന്ന് പറയുന്ന ഷെയറൊക്കെ ഉണ്ടായിരുന്നു. ADSL നല്ല മൂവ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് ആദ്യത്തെ ക്യാൻഡിൽ തന്നെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങും. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 188 എടുത്താൽ നമ്മൾ 183.5 4-5 രൂപ കിട്ടുന്നുണ്ട്. ബുക്ക് ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ തിരിച്ച് വീണ്ടും പോയി ഹൈ അടിക്കുന്നുണ്ട്. ഹൈ അടിച്ചിട്ട് തിരിച്ചും വീണ്ടും ഈ റേഞ്ചിൽ നിന്ന് താഴെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ എൻട്രി എടുക്കും. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇവിടെ നമ്മൾ 188 എടുത്തിട്ട് 195 റേഞ്ചിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മളത് അടിച്ചു പോകും. പക്ഷേങ്കിൽ തിരിച്ച് വീണ്ടും ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എൻട്രി എടുത്താൽ അത് വന്നിട്ട് വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് 172 വരെ പോയി നല്ലതായിട്ട് ഇറങ്ങിപ്പോയി. നമ്മൾ ഇവിടെ 188 വീണ്ടും എടുത്തു. 72 എന്ന് പറയുമ്പം 16 രൂപ താഴെ തരും. നമുക്ക് ഇവിടെ ഒരു 4 രൂപ 5 രൂപ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കും ഒരു പ്രാവശ്യം. പക്ഷേ പിന്നെയും ചാൻസ് വരുമ്പോൾ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള ട്രേഡിങ്ങിൽ നമുക്ക് ചാൻസ് വന്നിട്ടുള്ള ഷെയറുകൾ. ഇനി നമുക്ക് നാളെ ഈ ആഴ്ചയിൽ ഞാൻ ഏകദേശം 3-4 ദിവസത്തേക്ക് മുന്നിൽ ഞാൻ കൊടുത്തിരുന്ന ഷെയറാണ് എസ്കോട്ട്. ഈ ആഴ്ച ഫ്രൈഡേ ആണോ എന്ന് തോന്നുന്നു. ലാസ്റ്റ് ഫ്രൈഡേയോ മൺഡേയിലോ എങ്ങാണ്ടാണ് കൊടുത്തിരുന്നത്. എസ്കോട്ട് ഷോർട്ട് ടൈം ഡെലിവറിക്ക് കൊടുത്തിരുന്നു 2804 രൂപ. എസ്കോട്ട്സ് ഞാൻ കൊടുത്ത റേഞ്ച് 2804. ഇവിടെ ഈ റേഞ്ചിലാണ് ഞാൻ കൊടുത്തത്. ഇതാണ് 2806. ഈ റേഞ്ചാണ്. ജനുവരി 5-ാം തീയതിയാണ് കൊടുത്തത്. ഇന്ന് ജനുവരി 12. ഒരാഴ്ചക്കുള്ളിൽ അത് എവിടം വരെ വന്നു നോക്കി. 2890 വന്നു. ഏകദേശം 85 രൂപ പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ട് ഒറ്റ ആഴ്ച കൊണ്ട്. പിന്നെ ഏകദേശം അവർ ഇത് മൂവിൻ്റെ നിന്നിട്ടില്ല. ഇനി കുറച്ചുകൂടെ പോകും. 2900-3000 റേഞ്ചിന് മുകളിൽ പോകും ഒരു പ്രാവശ്യം. പക്ഷേ ഈ റേഞ്ചൊന്നും ആരും എൻട്രി എടുക്കരുത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ആഴ്ചത്തെ ഈ ദിവസത്തെ ട്രേഡിങ്ങിൻ്റെ ഒക്കെ രീതികൾ, ഷോർട്ട് ടൈമും ഇൻട്രാഡേയുമായിട്ടൊക്കെ ഉള്ളത്. ഇനി നമുക്ക് മൺഡേയിൽ നമ്മൾ ഷെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നിഫ്റ്റി നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. നിഫ്റ്റിക്കകത്ത് ഏകദേശം 250% പ്ലസ്സിലായിരുന്നു. ബാങ്ക് നിഫ്റ്റി 0.5% പ്ലസ്സിലായിരുന്നു. എന്നിട്ട് പോലും നമുക്ക് ഷോർട്ട് അടിച്ച് പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. ഇവിടെ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഷെയറുകൾ ഈ ആവറേജിൻ്റെ മുകളിൽ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാൻ പറ്റുന്നത്. ഈ ആവന്തി ഫീഡ് നല്ല ചാൻസ് തരാൻ സാധ്യത കൂടുതലാണ്. ഈ ആവന്തി ഫീഡ് ഇന്ന് നല്ല ചാൻസ് രാവിലെ ഹെവി മൂവ്മെൻ്റ് ആയിരുന്നെങ്കിൽ ലാസ്റ്റിൽ R4 റേഞ്ചിൽ നിന്ന് നല്ല ഒരു 570 റേഞ്ച് എന്നത് ലാസ്റ്റിലൊരു 10-20 മിനിറ്റ് കൊണ്ട് 530 വരെ 50 അതെ 570 ഏകദേശം 40 രൂപ 10 മിനിറ്റ് കൊണ്ട് താഴെ പോയി. അവിടെ എൻട്രി എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ 16 ഷെയറാണ് എടുത്തേക്കുന്നത്. അതിൽ ഏറ്റവും നല്ല ചാൻസ് ഈ ആവന്തി ഫീഡായിരിക്കും. ഹൈ ഓപ്പണിങ് വന്ന് 50-ന് മുകളിൽ ട്രേഡായിട്ട് 50-ന് താഴെ വരുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും അതിനകത്ത്. അതുപോലെ ഈ മുദ്രയ്ക്കകത്ത് നല്ല ചാൻസ് ആയിരിക്കും. ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ, അതല്ല എങ്കിൽ ഈ R1 പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഡാറ്റ മെട്രിക്സും ശ്രദ്ധിക്കുക. ഏകദേശം അതും ആവറേജിന് താഴെയാണ്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും.
ഈ ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഇതിനകത്തും ചാൻസ് എടുക്കാം. പിന്നെ ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം നമുക്ക് ചാൻസ് എങ്ങനെയാണോ കിട്ടുന്നത്, ഇപ്പോൾ എന്താണ് പറയുന്നത്, ഇന്നത്തെ ഈ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിലോ R1 R2 റേഞ്ചിലൊക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിലോ നല്ല രീതിയിൽ ചാൻസ് എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഓപ്പണിംഗ് തന്നെ ഒരു 5% മുകളിലാണ് ഈ റേഞ്ചൊക്കെ ഉള്ളതെങ്കിൽ അവിടെ നിന്ന് എൻട്രി കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ചാൻസാണ്. ഒരു 5% എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നല്ലതാണ്. 2-3% ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 5% കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഈ ഷെയറുകളൊക്കെയാണ് മണ്ടയിലേക്കുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു നല്ല പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തിങ്കളാഴ്ച ബൈ.